ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സെൻട്രൽ ലോക്കിൻ്റെ കുറച്ച് പ്രശ്നങ്ങളും അതിൻ്റെ പരിഹാരവുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഈ സൈഡിൽ ഇപ്പോൾ ഡ്രൈവർ സൈഡിലെ ഇത് നമുക്ക് മാനുവലി തുറക്കുമ്പോഴും തന്നെ ഭയങ്കര ബലമായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളത് ക്ലോസ് ചെയ്യുമ്പോൾ മറ്റുള്ള ഡോറിലെ ആക്ച്വേറ്റർ വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിനെ ട്രിഗർ ചെയ്യുന്നില്ല. അപ്പം ഓപ്പൺ ആക്കുമ്പോൾ മറ്റുള്ള ഡോറുകൾ എല്ലാം തുറക്കുന്നുണ്ട്, പക്ഷേ ക്ലോസ് ആക്കുമ്പോൾ അത് തുറക്കുന്നില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ നേരെ എതിർവശത്തെ പാസഞ്ചർ സൈഡിലേത് നമുക്ക് വരുന്ന പ്രശ്നം, അത് നമ്മൾ മാനുവലി അല്ലാതെ തുറക്കുന്നില്ല, സ്റ്റക്കായിട്ട് ഇത് കിടക്കുവാണ്. അപ്പം മാനുവലി തുറക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഉള്ളിൽ നിന്ന് തുറന്നു കഴിഞ്ഞാൽ അതപ്പോൾ തന്നെ ക്ലോസ് ആയി പോവാണ്. ഒരു സ്പ്രിങ്ങിൽ ബലത്തിൽ നിൽക്കുന്ന പോലെയാണ് ഒരു അവസ്ഥ ഉള്ളത്. നമുക്ക് പുറത്തുനിന്ന് കീ ഇട്ട് തുറന്നു കഴിഞ്ഞാൽ തുറക്കാൻ പറ്റുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഒരു തവണ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അതേ പഴയ അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. നമുക്കത് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡോർ പാഡ് അഴിച്ച് അതിൻ്റെ ആക്ച്വേറ്റർ നോക്കേണ്ടതായിട്ടുണ്ട്. ഡോർ പാഡ് അഴിക്കുന്ന വീഡിയോ നമ്മൾ വേറെ ഒരെണ്ണം അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് ജസ്റ്റ് ചെറിയ ഷോർട്സ് മാത്രം കാണിച്ചിട്ട് കടന്നു പോവാണ്. ഡോർ പാഡ് അഴിച്ച് മാറ്റി കഴിഞ്ഞാൽ അതിൻ്റെ പവർ വിൻഡോയുടെ കണക്ഷനും മറ്റുള്ള ഡോർ വാർണിംഗ് ലാമ്പിൻ്റെ ലൈറ്റും കണക്ഷനൊക്കെ അഴിച്ച് മാറ്റിയിട്ട് ഡോർ പാഡ് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ ഡോർ ലോക്ക് മാറ്റുന്ന സമയത്ത് നോക്കുമ്പോൾ അതിൻ്റെ ആക്ച്വേറ്ററിൻ്റെ ആ ലിവർ മുകളിലോട്ടും താഴോട്ടും പോകേണ്ടതിന് പകരം അത് അങ്ങോട്ടും ഇങ്ങോട്ടും വളയുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ കൈകൊണ്ട് പിടിച്ച് നോക്കിയിട്ടടക്കം അത് താഴോട്ട് പോകുന്നില്ല, അത് പൊങ്ങി നിൽക്കുന്നത് അതുപോലെ തന്നെ നിൽക്കുകയാണ്. ആ കണ്ടീഷനിൽ സ്റ്റക്കായി പോയതാണ്. പ്രത്യേകിച്ച് ഇത് ആക്ച്വേറ്റർ പിടിപ്പിച്ചിരിക്കുന്ന ആ ഒരു പൊസിഷനും മുകളിലോട്ട് തിരിഞ്ഞിട്ടാണ്. അപ്പോൾ അതിന് വരുന്ന ചെറിയ വെള്ളത്തിൻ്റെ അംശമൊക്കെ അതിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങാൻ ചെറിയ തുരുമ്പ് വരാനൊക്കെയുള്ള സാധ്യതകളുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഓയിൽ പോകാനും അങ്ങനെ സ്റ്റക്ക് ആവാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതായിരിക്കും ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ടാവുക. നമുക്കതിൻ്റെ ആ 2 സ്ക്രൂ അഴിച്ചെടുത്തിട്ട് നമുക്ക് അതിനെ കൊണ്ട് അഴിച്ചെടുക്കാം. അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് WD-40 അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും ഒരു സ്പ്രേ എടുത്തിട്ട് അതിൻ്റെ ഇവിടെ ഒരു റബ്ബർ ബൂട്ട് ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റേത് പൊട്ടിപ്പോയിട്ടുള്ളതാണ്. ആ റബ്ബർ ബൂട്ട് ഉള്ളതാണെങ്കിൽ ആ റബ്ബർ ബൂട്ട് മാറ്റിയിട്ട് അത് ലിവറിൻ്റെ ഉള്ളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. നന്നായി സ്പ്രേ ചെയ്തിട്ട് കുറച്ച് നേരം അവിടെ വെച്ചേക്കുക. ആ സമയത്ത് അത് ഉള്ളിലേക്ക് ഇറങ്ങി അതൊന്ന് കറക്റ്റായിട്ട് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് അതിനെ തട്ടി എടുക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ആ സമയത്തിന് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്നുള്ളത് നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വീഡിയോ ഇവിടെ വിശദീകരിക്കാം. ഈ ഒരു ഉള്ളിൽ ഇങ്ങനെ ഒരു സെറ്റപ്പാണ് നമ്മൾ തുറന്നു കഴിയുമ്പോൾ കിട്ടുന്നത്. ഇതിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഒരു ഗിയർ, ഈ ഒരു പൽചക്രവും അതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ലിവറുമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ മോട്ടർ റിവേഴ്സും ഫോർവേഡും അല്ലെങ്കിൽ മുന്നോട്ടും പുറകോട്ടും കറങ്ങുന്നതിനനുസരിച്ച് ഈ ഒരു പൽചക്രത്തെ കറക്കുകയും അതുവഴി ആ ലിവറിനെ മുന്നോട്ടും പുറകോട്ടും നീക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഈ ഒരു ചെറിയ 12 വോൾട്ടിൻ്റെ ഒരു ചെറിയ മോട്ടറാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത്. അതിനെ ഇങ്ങനെ കൺസീൽഡ് ആക്കിയിട്ട് ഉള്ളിൽ കറക്റ്റായിട്ട് വെച്ചിരിക്കുകയാണ്. അതിന് മുകളിലാണ് ഈ ലിവറും മറ്റുള്ള കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്, ഈ ഗിയറും ഒക്കെ നിൽക്കുന്നത്. ഇത് ഡ്രൈവർ സൈഡിലേതായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു 2-വേ സ്വിച്ച് അതിൻ്റെ ഉള്ളിലുണ്ട്. ഇത് ട്രിഗർ ചെയ്യുന്നതിനനുസരിച്ചാണ് സെൻട്രൽ ലോക്കിൻ്റെ ബോർഡിലേക്ക് പോയിട്ട് അവിടുന്ന് ബാക്കി ഇത് തുറക്കുമ്പോഴോ അല്ലെങ്കിൽ ഇതിലേക്ക് വരുന്ന സിഗ്നലിനനുസരിച്ച് ഇത് തുറന്നിട്ട് മറ്റുള്ള ഡോർ ആക്ച്വേറ്ററുകളെ ട്രിഗർ ചെയ്യുന്നത് ഉള്ള കറണ്ട് പോകുന്നത് ഈ സ്വിച്ചിൽ നിന്നാണ്. ഇതിൻ്റെ ഈ ഭാഗം, ഈ ഒരു ആപ്പ് പോലെയുള്ള അല്ലെങ്കിൽ വെഡ്ജ് പോലെയുള്ള ഭാഗം മുന്നോട്ടും പുറകോട്ടും ആകുന്നതിനനുസരിച്ച് ആ സ്വിച്ചിൻ്റെ ചെറിയ ചുമല കളറിലുള്ള ആ പ്രസ് ചെയ്യുന്ന ബട്ടണിൽ പ്രസ് ആവുകയും മുന്നോട്ട് മാറുമ്പോൾ അത് റിലീസ് ആവുകയും ചെയ്യുമ്പോൾ അടുത്ത ഭാഗത്തൂടെ അതൊരു 2-വേ സ്വിച്ചാണ്. നടുക്ക് നെഗറ്റീവ് വരികയും ബാക്കി 2 അടുത്തൂടെ ആ നെഗറ്റീവ് കടന്നു പോകുന്നതിനനുസരിച്ച് മറ്റ് ബോർഡിലേക്ക് ചെല്ലുന്നതിനനുസരിച്ചാണ് ഓപ്പൺ ആണോ ക്ലോസ് ആണോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. നമുക്കത് കുറച്ച് നേരം ആയിട്ടുണ്ട് നമ്മൾ ആ സ്പ്രേ അടിച്ച് വെച്ചിട്ട്. അതിനെ ഇനി പയ്യെ എടുത്തിട്ട് തറയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സോഫ്റ്റ് ഇതിലോ പൊട്ടിപ്പോകാത്ത തരത്തിലോ, ഉള്ളിലൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ ഗിയറാണ് നമ്മൾ മനസ്സിലാക്കിയല്ലോ. അപ്പോൾ അതിനനുസരിച്ചുള്ള ബലമേ അതിൽ കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ കൂടുതൽ ബലം കൊടുത്തു കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകും. പയ്യെ തട്ടി കഴിഞ്ഞാൽ അത് ഫ്രീ ആയി കിട്ടും. പിന്നീട് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് സ്പ്രേ ഒക്കെ അടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ ഫ്രീ ആയിട്ട് സ്മൂത്തായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. ഇതിപ്പോൾ ആദ്യത്തെ തട്ടിൽ തന്നെ പയ്യെ ആദ്യം കുറച്ച് ബലം ഉണ്ടായിരുന്നെങ്കിലും പയ്യെ തട്ടി കഴിഞ്ഞപ്പോൾ അത് ഉള്ളിലേക്ക് കയറി പോവുകയും പിന്നീട് ഇങ്ങോട്ട് തിരിച്ച് സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കണക്ടറുകൾക്കുള്ളിലും വേണമെങ്കിൽ കുറച്ച് WD-40 അടിച്ചു കൊടുക്കും. കാരണം
അവിടെയൊക്കെ ചെറിയ കോപ്പർ കണക്റ്റേഴ്സ് ആയതുകൊണ്ട് ക്ലാവോ അല്ലെങ്കിൽ അതുപോലെയുള്ള കൊറോഷൻസിൻ്റെ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം നമുക്കൊന്ന് കണക്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ശരിയായിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം. സ്ക്രൂ ഇട്ട് ഫിക്സ് ചെയ്യണ്ട, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ചെക്ക് ചെയ്ത് ഉറപ്പിച്ചതിന് ശേഷം സ്ക്രൂ ഇട്ട് ഫിക്സ് ചെയ്താൽ മതി. ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്ത് വെച്ചിട്ട് ഒന്നുകിൽ ബോർഡിൽ നിന്ന് ട്രിഗർ ചെയ്തിട്ടോ അതല്ലെങ്കിൽ ഇപ്പുറത്തെ ഡോറിൽ നിന്ന് ട്രിഗർ ചെയ്തിട്ടോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്കത് സ്ക്രൂ വെച്ച് ഫിക്സ് ചെയ്തിട്ട് ബാക്കിയുള്ള ഡോർ പാഡും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യുക. അതിന് മുമ്പായിട്ട് നമുക്ക് മാനുവലി ഒന്ന് ലോക്കും അൺലോക്കും ചെയ്ത് നോക്കണം. ലോക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ബലം അനുഭവപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റക്ക് ഉണ്ടോ എന്നൊക്കെ ഉള്ളത് ചെക്ക് ചെയ്യണം. പിന്നെ ഡോർ പാഡ് നമ്മൾ അഴിക്കുന്ന സമയത്ത് എന്തായാലും ആ ലാച്ചും അതിൻ്റെ ലിങ്കേജുകളിലൊക്കെ അത്യാവശ്യം ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും. കാരണം നമുക്ക് എപ്പോഴും നമ്മൾ തുറക്കുന്നതായിട്ടുള്ളൊരു ഭാഗമല്ലല്ലോ. അപ്പോൾ അത് അതിന് സ്മൂത്തായിട്ടുള്ള പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ഓയിലിംഗ് ഒക്കെ ഈ സമയത്ത് നമുക്ക് ചെയ്യാം. ഇനി ബാക്കിയെല്ലാം ഡോർ പാഡും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തതിന് ശേഷം എല്ലാം ഒന്നുകൂടെ ചെക്ക് ചെയ്യുക. അതിൻ്റെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ എല്ലാം. ഓരോ സ്വിച്ചുകളും പവർ വിൻഡോയുടെ സ്വിച്ചും വാണിംഗ് ലാമ്പും അതും ഇതെല്ലാം അതിൻ്റെ എല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പിച്ചതിന് ശേഷം നമുക്ക് സ്പീക്കറിൻ്റെ ഗ്രില്ലും വെച്ചിട്ട് ആ സൈഡിലെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഡ്രൈവർ സൈഡിലെ ആക്ച്വേറ്റർ നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇതിൻ്റെ പ്രശ്നം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ക്ലോസ് ചെയ്യുന്ന സമയത്ത് അത് ക്ലോസ് ആവുന്നില്ല, എന്നാൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഓപ്പൺ ആവുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ബലവും വരുന്നുണ്ട്. കംപ്ലീറ്റ്ലി സ്റ്റക്ക് ആയിട്ടില്ല, പക്ഷേ ബലമുണ്ട്. അപ്പോൾ നമ്മൾ കൈകൊണ്ട് മാനുവലി വലിച്ചു നോക്കുന്ന സമയത്തും നല്ല ബലം ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു വയർ വിട്ട് പോയതുകൊണ്ടാണ് എന്ന് തോന്നുന്നു. കാരണം ഒരു വയർ വിട്ട് കിടക്കുകയാണ്. നമുക്കത് സോൾവ് ചെയ്ത് വെച്ചാൽ മതിയാകും. കാരണം വയർ വിട്ട് പോയതുകൊണ്ടായിരിക്കണം ക്ലോസ് ആകുമ്പോൾ അത് ശരിയാവുന്നത്. നമ്മളിത് മുമ്പേ കണ്ട വീഡിയോയിലെ ഇളക്കിയെടുത്ത് കാണിച്ച ആ പീസാണിത്. നമ്മളത് അന്ന് അതിനെ ഫ്ലക്സ് ക്യൂക്ക് വെച്ചിട്ട് നമ്മളതിനെ തിരിച്ചൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്കതൊന്ന് ഇച്ചിരി സ്പ്രേ ഒക്കെ ചെയ്തിട്ട് നമുക്കതിനെ ഒരു സ്ക്രൂ ഡ്രൈവറും കൊണ്ട് പതിയെ ഇളക്കിയെടുക്കാം. ഇതിപ്പോൾ എന്തായാലും നമുക്ക് സോൾഡറിങ് ചെയ്യേണ്ടതുകൊണ്ടാണ് അത് ഇളക്കേണ്ട വരുന്നത്. അല്ലെങ്കിൽ ഒരു പക്ഷേ നമുക്ക് സ്പ്രേ അടിച്ച് മറ്റേതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലിയറായി കിട്ടിയേക്കും. ഇപ്പോൾ ഇളക്കിയെടുക്കുമ്പോൾ തന്നെ മോട്ടർ ഉൾപ്പെടെയാണ് പൊങ്ങി വരുന്നത്. ആ ഒരു പീസ് മൊത്തത്തിൽ ഒരു സ്റ്റക്ക് ആയിരിക്കുന്ന ഒരവസ്ഥയാണെന്ന് തോന്നുന്നു. മോട്ടറിനൊന്നും മറ്റുള്ള കാര്യങ്ങൾ വെള്ളം കയറിയതോ ഒന്നും കാണാനില്ല. മുകളിലത്തെ ഭാഗം ഒന്ന് അതവിടെ കറക്റ്റായിട്ട് പിടിച്ചുകൊണ്ട് മുകളിലത്തെ ഭാഗം ഇളക്കിയെടുത്ത് കഴിയുമ്പോൾ ആ ഗിയർ അതിലേക്ക് ടൈറ്റായിരിക്കുകയാണ്. ഈ ഗിയറാണ് ഇവിടെ ടൈറ്റായിട്ട് പ്രശ്നമായിരിക്കുന്നത്. നമ്മൾ കൈകൊണ്ട് തിരിക്കുമ്പോൾ തന്നെ തിരിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബാക്കിയുള്ള ഭാഗങ്ങൾക്കൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ സ്വിച്ച് നമ്മൾ മാനുവലി നോക്കുന്ന സമയത്തും അതിൻ്റെ മറ്റേ എൻഡ് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ആ വയറൊന്ന് കറക്റ്റായിട്ട് ആ സ്വിച്ചിൻ്റെ ആ ലീഡിലേക്ക് മുട്ടിക്കുന്ന സമയത്ത് അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇങ്ങനെയൊക്കെയുള്ള വർക്ക് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രിക്കൽ കണക്ഷൻസിനെ കുറിച്ച് കൃത്യമായ ഐഡിയ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ബാറ്ററിയുടെ നെഗറ്റീവ് കണക്ഷൻ വിടിപ്പിച്ചിട്ട് വേണം ചെയ്യാൻ. അതായിരിക്കും ഏറ്റവും സുരക്ഷിതത്വം. വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ചെക്കിങ് ചെയ്യേണ്ട സമയത്ത് മാത്രം തിരിച്ച് കണക്ട് ചെയ്തിട്ട് വർക്ക് കഴിഞ്ഞതിന് ശേഷം മാത്രം തിരിച്ച് കണക്ട് ചെയ്താൽ മതിയാവും. ഇതിപ്പോൾ ആ ഗിയർ ആ ഒരു പിന്നിൽ സ്റ്റക്കായതാണ്. പിന്നെ നല്ലോണം തുരുമ്പിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് സ്പ്രേ ഒക്കെ അടിച്ചിട്ട് നോക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അതിനെ എടുത്തിട്ട് ആ പിന്നിനെ നമ്മളൊന്ന് സാൻഡ് പേപ്പറിലിട്ട് ഉരച്ച് സ്മൂത്താക്കിയിട്ട് വേണം വീണ്ടും ഗ്രീസൊക്കെ ഇട്ട് തിരിച്ച് സെറ്റ് ചെയ്യാൻ. അപ്പോൾ ഇത് സ്പ്രേ അടിച്ചിട്ട് നടക്കുന്നില്ല. അപ്പോൾ നമ്മളതിനെ പയ്യെ ഇളക്കി എടുത്തിട്ട് നമുക്ക് ഇത് കാണുന്ന പോലെ തന്നെ അതിൻ്റെ ആ പിന്ന് നല്ലോണം തുരുമ്പിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ സ്റ്റക്കായിരിക്കുന്നത്. അതിനെ നല്ല സാൻഡ് പേപ്പറൊക്കെ ഇട്ടിട്ട് നല്ല ഉരച്ച് സ്മൂത്താക്കി ഗ്രീസൊക്കെ ഇട്ടിട്ട് തിരിച്ചു വെക്കാം. അതുപോലെ തന്നെ നമുക്ക് ആ മൈക്രോ സ്വിച്ചിൻ്റെ ഒരു വയർ വിട്ടുപോയത് അതുപോലെ തന്നെ തിരിച്ച് സോൾവ് ചെയ്ത് പിടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഗ്രീസൊക്കെ അപ്ലൈ ചെയ്ത് ആ തുരുമ്പെല്ലാം കളഞ്ഞതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നന്നായിട്ട് മൂവ് ചെയ്ത് ഒരു നല്ല സ്മൂത്താണെന്ന് ഉറപ്പിച്ചതിന് ശേഷം വേണം തിരിച്ച് ഫിക്സ് ചെയ്യാൻ. നമുക്ക് ആ സ്വിച്ചിൻ്റെ ലീഡിൻ്റെ വിട്ടുപോയ ലീഡ് ആ വയർ നമുക്കത് അതിലേക്ക് സോൾവ് ചെയ്ത് പിടിപ്പിക്കാം. ഇവിടെ പ്രത്യേകിച്ച് ഒന്നും നോക്കാനില്ല. കാരണം എന്താ വെച്ചാൽ ഒറ്റ വയറേ വിട്ടുപോയിട്ടുള്ളൂ. അത് ആ കാലിയായിട്ട് കിടക്കുന്ന ആ ലീഡിലേക്ക് സോൾവ് ചെയ്ത് പിടിപ്പിച്ചാൽ മതിയായിരിക്കും. അങ്ങനെയല്ല ഒന്നിലധികം വയർ വല്ലതും വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നടുക്കത്തെ ബോർഡിൽ നിന്ന് വരുന്ന നെഗറ്റീവായിരിക്കും രണ്ട് സൈഡിലുള്ളത് ഓരോ സൈഡിലേക്ക്, അതായത് ഓപ്പണും ക്ലോസും അതിൻ്റെ സിഗ്നൽ പോകുന്നതാണ്. അപ്പോൾ അത് ആക്ടിവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ട്രിഗർ ചെയ്ത്
നോക്കിയിട്ട് വേണം ഏതാണ് സൈഡ് എന്നുള്ളതും, അല്ലെങ്കിൽ അത് കണ്ടുപിടിച്ചതിന് ശേഷം സോൾഡർ ചെയ്യണം. ഇവിടെ ഇപ്പോൾ ഒരെണ്ണം വിട്ടുപോയിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. അത് സോൾഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ച് അതിൻ്റെ കൃത്യമായ സ്ഥലത്ത് തിരിച്ച് വെച്ചിട്ട് അലൈൻ ചെയ്തതിന് ശേഷം അത് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ഒന്ന് ലിവർ മുന്നോട്ടും പുറകോട്ടും ആക്കിയിട്ട് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തെങ്കിലും ചെറിയ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് മുന്നോട്ടും പുറകോട്ടും ആകുന്ന സമയത്ത് കറക്റ്റ് സ്വിച്ചിൻ്റെ ബട്ടൺ പ്രസ് ആവാതിരിക്കുകയും കറക്റ്റായിട്ട് വർക്ക് ചെയ്യാതിരിക്കുകയും ചെയ്യും. അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പിച്ചതിന് ശേഷം ആ ഗിയറിൻ്റെ ഇടയ്ക്കൊക്കെ കുറച്ച് ഗ്രീസൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്നാക്കി അതെല്ലാം ഒന്ന് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കതിനെ തിരിച്ചതുപോലെ തന്നെ അടച്ചു വെക്കാവുന്നതാണ്. കറക്റ്റ് പിന്നെല്ലാം കറക്റ്റ് വെച്ചിട്ട് ഗിയറും ലിവറും എല്ലാം കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ ഇരുന്നോളും. അതിനുശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പഴയ പോലെ തന്നെ തിരിച്ച് ഒട്ടിച്ച് വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കേബിൾ ടൈ, ഇത് സ്ക്രൂ ഇല്ലാത്ത ടൈപ്പാണ്, അതുകൊണ്ടാണ് നമുക്കത് പൊട്ടിച്ചെടുക്കേണ്ടി വന്നത്. കേബിൾ ടൈ അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ ഉപയോഗിച്ച് കെട്ടി വെച്ചാലും മതിയാവും. അത് ഫൈനൽ ഫിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ ലിവറൊക്കെ മുന്നോട്ടും പുറകോട്ടും ആക്കി നോക്കി അതിൻ്റെ സെൻസർ സ്വിച്ചും അതുപോലെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നൊക്കെ ഉറപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് തിരിച്ച് ഡോറിലേക്ക് ആ 2 സ്ക്രൂ വെച്ചിട്ട് മറ്റുള്ള ഡോറിലുള്ള ആക്ച്വേറ്ററെല്ലാം ഇത് ട്രിഗർ ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഉറപ്പിക്കണം. ഇനി നമുക്കത് ഡോറിലേക്ക് തിരിച്ച് ആ 2 സ്ക്രൂ ഉപയോഗിച്ച് അത് തിരിച്ച് ഫിക്സ് ചെയ്യാം അതിൻ്റെ സ്ഥാനത്ത്. അതിനുശേഷം അപ്പുറത്തെ സൈഡിൽ നമ്മൾ ചെക്ക് ചെയ്ത പോലെ തന്നെ എന്തെങ്കിലും ബലമുണ്ടോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. ഓയിൽ ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ഓയിൽ ചെയ്യുക, ഗ്രീസ് ചെയ്യാനുള്ള സ്ഥലങ്ങളിൽ ഗ്രീസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് തിരിച്ച് ഡോർ പാഡൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് പെർഫെക്റ്റായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് ട്രിഗർ ചെയ്യുന്ന സമയത്ത് 4 ഡോറും ഓപ്പൺ ആവുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള ഈ ഡോർ ആക്ച്വേറ്റർ, സെൻട്രൽ ലോക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പവർ ലോക്കുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ഡോർ ആക്ച്വേറ്റർ ഇങ്ങനെയുള്ള പ്രത്യേകിച്ച് മഴക്കാലങ്ങളിൽ എടുക്കാതിരിക്കുന്ന സമയത്ത് ഒക്കെ ഇങ്ങനെ സ്റ്റക്ക് ആവുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്ത് ശരിയാക്കാവുന്നതേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.